ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു പാർട്ടിക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമയൊന്നുമല്ല. ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും ഏത് വർഗ്ഗക്കാരനായാലും എല്ലാവർക്കും ഈ അടിച്ചമർത്തപ്പെടുമ്പോൾ മനസ്സിലുണ്ടാവുന്ന വികാരം അത് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ താടി വേളർത്തും, മീശ വേളർത്തും, മുട്ടോളം മുട്ടറ്റും മുടിയും വേളർത്തും. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പേഴ്സണലി എല്ലാത്തിനേക്കാളും മനുഷ്യനാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ഒരു പക്ഷപാതപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കൂട്ടി നിൽക്കുന്നില്ല. ഞാനിതിനു മുമ്പ് വലതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ചിലപ്പോൾ ഞാൻ ആളുകളെ കൊല്ലുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആളുകളെ കൊല്ലുന്ന ആളാണെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും, പൊട്ട പറയുന്ന ആൾക്കാരുണ്ടാവും. നല്ല ആൾക്കാർ ഈ പൊളിറ്റിക്സിന് അതിന്റെ സെൻസിലെടുക്കും, മറ്റുള്ള ആൾക്കാർ അടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂവിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാറാണ് അങ്ങനെ ഫീലൊന്നും ഇല്ലാതെ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് ടോവിനോയും നീരജും. അത് അങ്ങനെ തന്നെ വേണമെന്ന് എന്നെക്കാളും അധികം വാശി പിടിച്ചത് അവരാണ്. മലയാള സിനിമയിൽ ബലാത്സംഗങ്ങൾ ചെയ്തിട്ടുള്ള, സിനിമയിൽ ഓൺ സ്ക്രീൻ ബലാത്സംഗങ്ങൾ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വില്ലന്മാരും റിയൽ ലൈഫിൽ വളരെയധികം പാവങ്ങളാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടോവിനോ തോമസ്. ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ വരുന്ന മാർച്ച് 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയെ പറ്റി പല രീതിയിലാണ് ആളുകൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഈ സിനിമയെ പറ്റി ഇതിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഇത് ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു സിനിമയല്ല. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു പാർട്ടിക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമയൊന്നുമല്ല. ഈ സിനിമയിൽ 2 പാർട്ടികൾ, അതും ഫിക്ഷണലായിട്ടുള്ള 2 പാർട്ടികളാണ് പറയുന്നത്. അത് KSQ, SFY എന്നീ 2 പാർട്ടികളിലെ, അത് ഫിക്ഷണലായിട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ 2 പാർട്ടികളും ഫിക്ഷണലായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുടെ കഥയാണ് പറയുന്നത്. പക്ഷെ ഈ കഥ പറഞ്ഞിരിക്കുന്നത് റിയലിസ്റ്റിക് രീതിയിലാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു തീർച്ചയായിട്ടും ഇന്നത്തെ സൊസൈറ്റിയിൽ ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും ഏത് വർഗ്ഗക്കാരനായാലും ഏത് നിറക്കാരനായാലും എല്ലാവർക്കും ഈ അടിച്ചമർത്തപ്പെടുമ്പോൾ മനസ്സിലുണ്ടാവുന്ന വികാരം അത് ഒന്ന് തന്നെയാണ്. അത് വിപ്ലവത്തിന്റെ, പ്രതിരോധത്തിന്റെ വികാരമാണ്. അതാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. പേഴ്സണലി എല്ലാത്തിനേക്കാളും മനുഷ്യനാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ഒരു പക്ഷപാതപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കൂട്ടി നിൽക്കുന്നില്ല. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു, എനിക്ക് പേഴ്സണലി ഞാൻ ഒരു ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ആർട്സ് കോളേജിൻ്റെ ഒരു ആംബിയൻസും ഇവിടുത്തെ ആ ഒരു കഥയും കവിതയും ഒക്കെ സ്നേഹിക്കുന്ന ചുവരെഴുത്തുകളുള്ള, എന്താ പറയുക, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള, മരത്തിൻ്റെ കീഴിലിരുന്ന് സംസാരിക്കാവുന്ന ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള സംസാരങ്ങളും കലാപരമായിട്ടുള്ള ചർച്ചകളും സമൂഹത്തിനെ പറ്റി രാഷ്ട്രീയമായിട്ടും എല്ലാം ചർച്ച ചെയ്യുന്ന, പ്രണയിക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ആർട്സ് കോളേജ്, അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ മിസ് ചെയ്ത ആ ഒരു കോളേജ് ലൈഫിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടി എന്നുള്ള പോലെയാണ്. ഇപ്പോൾ മഹാരാജാസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പഠിച്ച കോളേജ് അല്ലേ എന്നുള്ള രീതിയിൽ അത്രയും ഒരു ഫെമിലിയറായി എനിക്ക് ഈ കോളേജ്. കാര്യം കുറച്ചധികം ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കോളേജ് കുട്ടികൾക്ക് മാത്രമുള്ള സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെ എല്ലാതരം ആളുകൾക്കും കാണേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരണം എന്ന് ഞാനും എന്നെ പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സാധാരണക്കാരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു മാറ്റത്തിന് ഒരു തുടക്കമാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആശയം പങ്കുവയ്ക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ പലപ്പോഴും ആളുകൾക്ക് ഈ സിനിമയും എന്താ പറയുക സാധാരണ ജീവിതവും തമ്മിൽ പലപ്പോഴും വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് ഉണ്ടാവാറുണ്ട്. കാര്യം ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കഥാപാത്രമായിട്ടാണ്. ഒരു പ്രത്യേക ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണെന്ന് അത് അതിൻ്റെ എല്ലാ ട്രെയിലർ എല്ലാവർക്കും കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ മറ്റു പക്ഷങ്ങളുടെ എല്ലാം ശത്രുവാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം
ഞാനിതിനു മുമ്പ് വലതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ചിലപ്പോൾ ഞാൻ ആളുകളെ കൊല്ലുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആളുകളെ കൊല്ലുന്ന ആളാണെന്ന് എന്താ പറയുക, അതിനെന്തെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ മലയാള സിനിമയിൽ ബലാത്സംഗങ്ങൾ ചെയ്തിട്ടുള്ള, സിനിമയിൽ ഓൺ സ്ക്രീൻ ബലാത്സംഗങ്ങൾ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വില്ലന്മാരും റിയൽ ലൈഫിൽ വളരെയധികം പാവങ്ങളാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ആളുകൾ അങ്ങനെയാണ് കാണുന്നത്. കുറച്ച് ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനെയാണ് കാണുന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കുറച്ച് ആളുകൾ കൂടെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFIയുടെ ചുവന്ന കൊടിയായിരിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഗായത്രി. ഇപ്പൊ ഞാൻ ഉള്ളത് മഹാരാജാസ് കോളേജിലാണ്. ഇവിടെ എന്താ പറയുക, ഞങ്ങളുടെ ഓർമ്മകളൊന്ന് അയവർക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഇവിടെയാണ് ഞങ്ങളുടെ സിനിമ മെക്സിക്കൻ അപാരത, ഒരു മെക്സിക്കൻ അപാരത ഷൂട്ട് ചെയ്തത്. ഒരു മെക്സിക്കൻ അപാരത ഒരു ക്യാമ്പസ് സിനിമയാണ്. ഒരു ക്യാമ്പസ് സിനിമ പറയുമ്പോൾ അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എന്താ പറയുക, പൊളിറ്റിക്സ് ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം ഒരു ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ശരിക്കൊരു ക്യാമ്പസ് തന്നെയാണ്. കാരണം ഞങ്ങൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും, വൈകുന്നേരം 5:30 ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങളെല്ലാവരും ഒരു വീട് പോലെ അടിച്ചു പൊളിച്ച ഒരു സെറ്റാണ് മെക്സിക്കൻ അപാരത. അത് നിങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ ട്രെയിലറും അതിൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. സിനിമയും അതുപോലെ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു മെക്സിക്കൻ അപാരത ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അതായത് ഒരിക്കലും നമുക്കൊരു മേഡപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡയലോഗ്സിലാണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും കുറേയൊക്കെ ഇംപ്രൊവൈസ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ സ്പോട്ട് ഡയലോഗ് ഇംപ്രൊവൈസേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഫുൾ ടോം സാറിനാണ്. ടോം സാറ് ഒരു ആർട്ടിസ്റ്റിന്റെ ടാലന്റ് എന്താണോ അങ്ങോട്ട് എങ്ങനെയാണ് ഒരു ഡയലോഗ് ഡെലിവർ ചെയ്യാൻ പറ്റുക, ആ ഒരു ഫ്രീഡം നന്നായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു കഥയാണ്. ശരിക്കും യൂത്ത് ഇപ്പൊ ആഗ്രഹിക്കണ എന്തുകൊണ്ട് യൂത്തിനെ എല്ലാത്തിനും റെസ്ട്രിക്ട് ചെയ്യണമെന്നുള്ളതിന്റെ ഒക്കെ ഒരു ആൻസർ ആണ്. അത് പാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ താടി വേളർത്തും, മീശ വേളർത്തും, മുട്ടോളം മുട്ടറ്റും, മുടിയും വേളർത്തും. അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രോൾസ് ഒരുപാട് ഇറങ്ങി, അത് കണ്ടു. ഒരുപാട് തന്നെ നല്ലതുണ്ട്, കുറെയൊക്കെ എന്താ പറയാ നമ്മളെ ഒരു ഇതാക്കണ പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മള് നല്ലത് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊക്കെ ചീത്തയും കേൾക്കണം. അപ്പോ ഇതില് തൃശ്ശൂർ ഭാഷയാണോ ചോദിച്ചാൽ എന്റെ ഭാഷ അത് തൃശ്ശൂർ ഭാഷയാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പല്ല. എന്നോട് പറഞ്ഞു ഇപ്പൊ എങ്ങനെ സംസാരിക്കണം അതുപോലെ തന്നെ സംസാരിച്ചാൽ മതി പറഞ്ഞത്. പലരും അതിനെ തൃശ്ശൂർ ഭാഷ എന്ന് വിളിക്കണു, പക്ഷെ അത് മൊത്തം തൃശ്ശൂർ ഭാഷയാണ് അല്ലെങ്കിൽ പക്ക തൃശ്ശൂർ ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേസ് താങ്ക് യു ടോം സർ ഫോർ ലെറ്റിംഗ് മീ സ്പീക്ക് ഇൻ മൈ ലാംഗ്വേജ്. അതിപ്പോ എങ്ങനെ ആൾക്കാർ എടുക്കുക എന്നുള്ള രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും, പൊട്ട പറയുന്ന ആൾക്കാരുണ്ടാവും. നല്ല ആൾക്കാർ ഈ പൊളിറ്റിക്സിന് അതിന്റെ സെൻസിലെടുക്കും, മറ്റുള്ള ആൾക്കാർ അടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു കാര്യത്തിന്റെ പേരിലാണല്ലോ നമ്മൾ ഈ FBയിലൊക്കെ കാണുന്ന ഈ പറഞ്ഞ പോലെ ട്രോൾസിന്റെ കാര്യം. ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ ചിലവർ അതിനെ നന്നായിട്ടും കാണും, ചിലർ അതിനെ പൊട്ടയിട്ടും കാണും. അപ്പൊ അടി ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം. അത് നമ്മൾ പറയാനൊരു കാര്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുന്നതിൻ്റെ ഡെപ്ത് അനുസരിച്ച് അത് എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിമർശനങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളൊരു 3-4 വർഷം മുന്നാണ് ഈ സബ്ജക്റ്റ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഈ സബ്ജക്റ്റ് അത് ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഈ ക്യാമ്പസിൽ അന്ന് രാഷ്ട്രീയം ചിലപ്പോൾ 4 വർഷം മുന്നേ ഈ സംഭവം പറഞ്ഞാൽ എന്തോ എനിക്കത് റൈറ്റ് ടൈമായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തോ റൈറ്റ് ടൈമിൽ നമ്മളത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ മറ്റേ സിനിമകളെ പറ്റി എനിക്ക് അത്ര അറിവില്ല എന്നാലും ആ സിനിമകൾ ഇതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അനൗൺസ് ചെയ്യുന്നതും കാര്യങ്ങളും അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സിനിമയിൽ പക്ഷേ ഇതൊരു വലിയ അത് ദുൽഖറും നിവിനൊക്കെ ചെയ്യുന്നത് അത് വലിയ സിനിമയാണ്. ഇതൊരു ചെറിയ ഒരു ക്യാമ്പസ് മൂവിയാണ്, ചെറിയ പടമാണ്. ക്യാമ്പസിൽ നടന്ന ശരിയായ കുറേ അല്ലെങ്കിൽ നടന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ റിയൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സീനുകൾക്കൊക്കെ കോളേജിൽ നടന്നതായിട്ടുള്ള
എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഉണ്ടാവും എന്തായാലും. അങ്ങനെയാണ്. ഒരിക്കലും ഒരു സിനിമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ കാണരുത്. റിയൽ ആയിട്ടുള്ളൊരു കോളേജിൽ വന്നിട്ടുള്ള ഒരു ഫീലാണ് ചിലപ്പോൾ ഈ സിനിമയിൽ നിന്ന് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും അവരവരുടെ ഫ്ലാറ്റിൽ നിന്ന് പോയി വരിക ഒരു കോളേജിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. എല്ലാ ക്യാരക്ടറിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ടോവിനോ നീരജും അഭിനയിച്ച് അവർക്ക് ഇമ്പോർട്ടൻ്റ് അവരുടെ ഇതിലാണ് വൺ ലൈൻ പോകുന്നതെങ്കിലും അവരുടെ ഒപ്പം നിൽക്കുന്ന ഇപ്പോൾ ക്യാമ്പസിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയും എല്ലാ ക്യാരക്ടറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കോളേജിൽ. എല്ലാവർക്കും ഭയങ്കര ഈക്വാലിറ്റി ഉണ്ടായിരിക്കും. അപ്പം അത് വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിൽ സിനിമ ഷൂട്ട് ചെയ്യണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതായത് ക്യാരവനുകളില്ലാതെ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂവിൽ നിൽക്കുക അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാറാണ് അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ലാതെ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് ടോവിനോയും നീരജും. അത് അങ്ങനെ തന്നെ വേണമെന്ന് എന്നെക്കാളും അധികം വാശി പിടിച്ചത് അവരാണ്. അപ്പോൾ അവർ താമസിക്കുന്നിടത്ത് ഇപ്പോൾ ഹോട്ടൽ റൂം പോലും വേണ്ടെന്ന് പറഞ്ഞ് താമസിക്കുന്നിടത്ത് എല്ലാ ദിവസവും രാവിലെ വരും, കോസ്റ്റ്യൂം ഇട്ട് എല്ലാ പിള്ളേരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഇവിടെ എല്ലാവരും ഒരേ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു NSS ക്യാമ്പ് പോലെ കോളേജിൽ പഠിക്കുന്ന പോലെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത്രയും ഒരു എന്താ പറയുക കട്ടയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാവരും നിന്നത്. കാഴ്ചക്കാർ ഒന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. എക്സ്പെക്റ്റേഷൻ എപ്പോഴും നിരാശയിലേക്ക് അവരുടേതായ രീതിയിൽ കഥ ഉണ്ടാക്കും. അങ്ങനെ വേണ്ട. ഇപ്പോൾ ഞാൻ നമ്മുടെ രീതിയിലൊരു ചെറിയൊരു സിനിമയാണത്. ആ ചെറിയ സിനിമ ഒരു കോളേജിൽ നടക്കാവുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. നമ്മൾ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ പോലെ ആവില്ല നമ്മളുടെ ഒരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കൊന്നും അല്ല കരുത്. നമ്മൾ ഒരു കോളേജിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നു, അവിടെ നടക്കുന്നത് കണ്ട് പോവുക എന്നുള്ളൊരു ഫീൽ വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്.